കോടികൾ സമ്പാദിച്ച ലോകത്തിലെ ഏറ്റവും മികച്ച ടെലിവിഷൻ അവതാരക അമേരിക്കയിലെ ആഫ്രിക്കൻ വംശജയായ ഒപ്ര വിൻഫ്രി. ഇവർക്കടുത്ത ഹിന്ദു ആരാധകയാണ് എന്നത് തന്നെയാണ് പ്രത്യേകത. എന്തുകൊണ്ട് ലോകത്തുള്ള ആയിരക്കണക്കിന് മതങ്ങളെക്കാൾ ഞാൻ ഹിന്ദുമതം തിരഞ്ഞെടുത്തു എന്ന് വിശദീകരിക്കുന്ന ഒപ്ര വിൻഫ്രിയുടെ വാക്കുകൾ ഇങ്ങനെ. ഹിന്ദുമതം എത്രത്തോളം മഹത്തരമാണ് എന്ന് ഈ വാക്കുകൾ തെളിയിക്കുന്നു. താൻ ഹിന്ദുമതത്തിന്റെ ആരാധകയായ ആ യാത്രയെക്കുറിച്ച് ഈയിടെ ഒപ്ര വിൻഫ്രി തന്നെ വിശദീകരിച്ചിരുന്നു. ആത്മാവിന്റെ ആഴങ്ങളിലേക്കുള്ള യാത്രയാണ് ഹിന്ദുമതം എന്നാണ് ഒപ്ര വിൻഫ്രി പറയുന്നത്. ഹിന്ദുമതത്തിലൂടെ ഞാൻ ഒരു സത്യം കണ്ടെത്തി. അത് നിശ്ചലതയായിരുന്നു, ശാന്തത ആയിരുന്നു, സമാധാനമായിരുന്നു. ഹിന്ദുമതം എന്നോട് എന്താണ് ചിന്തിക്കേണ്ടത് എന്ന് പറഞ്ഞില്ല. അതെങ്ങനെ ചിന്തിക്കണമെന്നും എങ്ങനെ അനുഭവിക്കണമെന്നും എന്നേക്കാൾ വലിയ ഒന്നുമായി എങ്ങനെ ബന്ധപ്പെടണമെന്നും എനിക്ക് കാണിച്ചു തന്നു. ആയിരക്കണക്കിന് മതങ്ങളുള്ള ലോകത്ത് അതിനെല്ലാം ഇടം കൊടുത്ത ഒന്നായിരുന്നു ഹിന്ദുമതം. ശബ്ദത്തെപ്പോലെ നിശബ്ദതയും സ്നേഹിക്കുന്ന ഹിന്ദുമതത്തിന്റെ ആ പാത ഞാൻ തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുപ്പ് എന്നിലെ എല്ലാറ്റിനെയും മാറ്റിമറിച്ചു. ഒരു കാലത്ത് എല്ലാറ്റിനും ഉത്തരങ്ങൾ എൻ്റെ പക്കലുണ്ട് എന്ന് ഞാൻ കരുതിയിരുന്നു. പക്ഷേ അതെല്ലാം തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. ഒപ്ര വിൻഫ്രി പറയുന്നു. ചില വിശ്വാസങ്ങൾക്കുള്ളിലൂടെയാണ് ഞാൻ വളർന്നത്. ഞാൻ വളർത്തപ്പെട്ട എൻ്റെ പരിമിതമായ ചുറ്റുപാടുകളിൽ നിന്നും ഞാൻ പുറത്തു കടന്നു. സത്യം അന്വേഷിക്കാൻ തുടങ്ങി. ഇമാമുമാരെയും പുരോഹിതരെയും സന്യാസിമാരെയും റബ്ബിമാരെയും തുടങ്ങി എല്ലാ മതങ്ങളിൽപ്പെട്ട പുരോഹിതരെയും ഞാൻ കണ്ടു, സംവദിച്ചു. വ്യത്യസ്ത ദിശകളിലേക്ക് ഒഴുകുന്ന നദി പോലെ എൻ്റെ മനസ്സ് പല വഴികളിലൂടെയും സഞ്ചരിച്ചു. അപ്പോഴാണ് ഞാൻ ഹിന്ദുമതത്തെ കണ്ടുമുട്ടിയത്. ഒരു പാഠപുസ്തകത്തിലൂടെയോ ഒരു ടൂർ ഗൈഡിലൂടെയോ ആയിരുന്നില്ല, മറിച്ച് സ്വന്തം അനുഭവങ്ങളിലൂടെയാണ് ഞാൻ അത് കണ്ടെത്തിയത്. ഭഗവത്ഗീതയിലെ ഒരു വരി എന്നെ നിശ്ചലയാക്കി. എനിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ലെങ്കിലും അതിൻ്റെ ഒരു മന്ത്രോച്ചാരണം എനിക്ക് രോമാഞ്ചം നൽകി. അതിൻ്റെ സങ്കീർണതയോ പുരാണമോ ആയിരുന്നില്ല എന്നെ ആകർഷിച്ചത്, അതിലെ സ്വാതന്ത്ര്യമായിരുന്നു. എൻ്റെ ചോദ്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉത്തരം തന്നിട്ട് അത് മനഃപ്പാഠമാക്കാൻ ഹിന്ദുമതം എന്നോട് ആവശ്യപ്പെട്ടില്ല. കൂടുതൽ ആഴങ്ങളിലേക്ക് പോകാനും ചോദ്യങ്ങൾ ചോദിക്കാനും പര്യവേക്ഷണം തുടരാനും അത് എന്നോട് ആവശ്യപ്പെട്ടു. അതുമാത്രമാണ് സത്യമെന്ന് അവർ അവകാശപ്പെട്ടില്ല. അനന്തമായ ഒരു യാഥാർത്ഥ്യത്തിന്റെ പല മുഖങ്ങളായി അത് എല്ലാ യാഥാർത്ഥ്യങ്ങളെയും ആസ്വദിച്ചു. സ്വർഗത്തെ ഒരു പ്രതിഫലമായോ നരകത്തെ ഒരു ശിക്ഷയായോ അത് പറഞ്ഞില്ല. പകരം കർമ്മത്തെ കാരണവും ഫലവുമായിട്ടും അത് കണ്ടു. ഒപ്ര വിൻഫ്രി ഹിന്ദുമതത്തിൽ കണ്ടെത്തിയ നവീനമായ അനുഭവങ്ങൾ വിവരിക്കുന്നത് ഇങ്ങനെയാണ്. ഹിന്ദുമതം കടമെടുത്ത ഒരു സത്യമല്ല, ജീവിച്ചറിഞ്ഞ ഒരു സത്യമാണ്. അത് പരമ്പരാഗതമായ അർത്ഥത്തിലുള്ളൊരു മതമായിരുന്നില്ല ഹിന്ദുമതം. ഇത് ഈശ്വരനോടും ലോകത്തോടും എന്നോടും എനിക്കൊരു ബന്ധം നൽകി. വളരാനും വികസിക്കാനും ചോദ്യം ചെയ്യാനും സംശയിക്കാനും കീഴടങ്ങാനും ഉയർത്തെഴുന്നേൽക്കാനും ഹിന്ദുമതം എനിക്ക് അനുവാദം നൽകി. മിസിസിപ്പിയിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ വെർണിറ്റ ലീ എന്ന അവിവാഹിതയായ അമ്മയുടെ മകളായി ജനിച്ചു. 6 വയസ്സുവരെ അമ്മമ്മയോടൊപ്പം കഴിഞ്ഞു. കൊടിയ ദാരിദ്ര്യം മൂലം ഉരുളക്കിഴങ്ങ് ചാക്കുകൾ കൊണ്ട് നിർമ്മിച്ച വസ്ത്രങ്ങൾ ധരിച്ച ഓപ്രയെ കുട്ടികൾ കളിയാക്കിയിരുന്നു. 13-ാം വയസ്സിൽ വീട് വിട്ട് ഒളിച്ചോടി. 70കളുടെ തുടക്കത്തിൽ WLAC TVയിൽ വാർത്തകൾ വായിച്ചുകൊണ്ടായിരുന്നു ഓപ്രയുടെ തുടക്കം. ആ സ്ഥാപനത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞതും കറുത്തവർഗക്കാരിയായ ആദ്യത്തെ വാർത്താ അവതാരകയും അവരായിരുന്നു. 1978 പീപ്പിൾ ആർ ടോക്കിംഗ് എന്ന പ്രാദേശിക ടോക്ക് ഷോയുടെ സഹ അവതാരകയായി. 1983 WLS TVയുടെ അധികം ശ്രദ്ധിക്കപ്പെടാത്ത AM ചിക്കാഗോ എന്ന അരമണിക്കൂർ ദൈർഘ്യമുള്ള ടോക്ക് ഷോ ഓപ്ര ഏറ്റെടുത്തു. മാസങ്ങൾക്കുള്ളിൽ തന്നെ അത് ചിക്കാഗോയിലെ ഏറ്റവും ജനപ്രീതി ആർജിച്ച ടോക്ക് ഷോ ആയി തീർന്നു. 1986 സെപ്റ്റംബർ 8 മുതൽ ഈ പരിപാടി 1 മണിക്കൂർ ദൈർഘ്യത്തിൽ ദി ഒപ്ര വിൻഫ്രി ഷോ എന്ന പേരിൽ ദേശീയ തലത്തിൽ സംപ്രേഷണം ചെയ്യപ്പെട്ടു തുടങ്ങി. അതിഥികളുടെ സങ്കടങ്ങൾ നിറകണ്ണുകളോടെ കേട്ടിരുന്ന ഓപ്രയുടെ മുന്നിൽ അവർ പലതും തുറന്നു പറഞ്ഞു. ഈ പരിപാടി ടോക്ക് ഷോ എന്നതിലുപരി ഒരു ഗ്രൂപ്പ് തെറാപ്പി സെഷനായി മാറി എന്ന് ടൈംസ് മാഗസിൻ പിന്നീട് അഭിപ്രായപ്പെട്ടു. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ധനികയായ വ്യക്തിയായി ഒപ്ര വിൻഫ്രി മാറി. ലോകത്തിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള വനിതയായി അവർ പലപ്പോഴും കണക്കാക്കപ്പെട്ടു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.